അറിയ ഇവള് വല്ല ഉത്തേജക മരുന്നും കഴിച്ചിട്ടുണ്ട്. എപ്പോ തുടങ്ങിയത്? അതെ നാണക്കേടല്ലോ ലക്ഷ്യം. ഇവള് ഇനി ഡാൻസ് കളിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കുക തലക്കോട്ടാന്ന്. മനസ്സിലാകുന്നു, ഓൾറെഡി മനസ്സിലായി. ഒരു കണക്കിന് ഇത് നന്നായി. വർഗീസ് മാത്രമേ ശ്രീധനെ തോക്ക ഡബിളാക്കി. ബാത്റൂമില് വീണതാ. തലക്കാണ് പരിക്ക്. സീരിയസ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ പഴയ കാര്യങ്ങളൊക്കെ മാറും. അങ്ങനെയൊന്നുമില്ല. ചേട്ടായിക്ക് എന്ത് നല്ല സ്റ്റാമിനയാന്നറിയോ? ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ഡാൻസ് കളിക്കാൻ അറിയില്ലാന്നോ? ചേട്ടായി നല്ല ഡാൻസറാ. ഞങ്ങള് ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ. എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണമില്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ? ഇതെപ്പോഴാ ചായ? ബാംഗ്ലൂരിൽ മാത്രമല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട് അല്ലേ? പുന്നാര മോനെ. ഹായ് അവിഹിതം. വേണ്ട, ഇത് എന്തായാലും വേണ്ട. ഇത് വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, പോ. നമുക്ക് സംസാരിക്കാം. എനിക്ക് വേണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, എനിക്ക് വയ്യ. പറഞ്ഞില്ല, സംസാരിക്കാം. ചേട്ടായി മറ്റെന്തായിരുന്നില്ലേ സഹിച്ചേനെ. പക്ഷെ ഇത് ഇന്ന് രാവിലെ മുതൽ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ഈ പെണ്ണിന് ലൂസാന്ന്. ഇപ്പൊ കണ്ടില്ലേ ആൾക്കാരുടെ എല്ലാം മുന്നിൽ മൊത്തം നാണം കെട്ട്. ഇതെന്തൊരു കഷ്ടം. ഞാൻ എന്റെ ലൈഫ് കൊണ്ട് തൊലക്കുന്നേ. നീ പറയുന്നത് ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിച്ചേൻ്റെ പൈസ നമ്മൾ എങ്ങനെ കൊടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? കെട്ട് കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആളുകൊണ്ട് ഈ പെണ്ണിന്റെ അവിഹിതം. എന്റെ സ്ഥാനത്ത് ചേട്ടനത് എന്ത് ചെയ്തേനെ? കാശിന് വേണ്ടി എന്തോ ആവാന്നാണോ? എനിക്ക് വയ്യ കാശിന് വേണ്ടി എന്റെ ജീവൻ തുറയ്ക്കാൻ. മടുത്തു ഞാൻ. അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? എന്താ? അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? ഒരു ചെറിയ ബോട്ടിലുണ്ട്. എന്താ വിഷം. കടം കയറി ഒരു നിവൃത്തിയില്ലാതായപ്പോ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച. ഈ ഒരു ബന്ധം വന്നുകൊണ്ട് മാത്രമാണ് റോഹൻ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാണ്. നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും സുസുനന്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല. നീ തീരുമാനിച്ച് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഒരാളുടെ ജീവിതം നശിക്കുന്നുണ്ട്, ഒരു കുടുംബം രക്ഷപ്പെടാണ്. അതല്ലേ നല്ലത്. എന്നാ നമുക്കിനി ഇവരുടെ കൂടെ നിന്ന് ഈ തമാശ കണ്ട് രസിക്കാം. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്. മിസ് ചെയ്യാനേ പാടില്ല. നാണക്കേട്. ഈ ഡാൻസ് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ അവളോട് ആ തുണിയെങ്കിലും താഴ്ത്തിയിടാൻ പറ. അപ്പം പറഞ്ഞത് കേട്ടില്ലേ, തുണി താഴ്ത്തിയിടാൻ. പിന്നെ ഇതൊക്കെ അപ്പാപ്പൻ എത്ര കണ്ടിട്ടുള്ളതാ? ഈ അപ്പാപ്പൻ ഭയങ്കര വള്ളനാ. കൊച്ചിലി ഉണ്ടല്ലോ, എന്നെ പാർട്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെ അപ്പാപ്പിന് നാണം വരുന്നു. അപ്പാപ്പൻ വിഷമിക്കണ്ട. അപ്പാപ്പൻ എന്താ വേണമെന്ന് എനിക്കറിയാം. മോളെ തുണി നേരെ കൊറേ നേരായി മാറാ. എന്ത് വർക്കിച്ചാ ഈ ചതി കുടുംബത്തോട് വേണ്ടിയിരുന്നില്ല. അത് നിങ്ങളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഹാ, അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്ന. അമ്മച്ചി പിന്നെ മൈഗ്രെയിൻ അറ്റാക്ക് വന്ന് കിടപ്പിലായതുകൊണ്ട് മരുവളുടെ നഗ്നതാ പ്രദർശനം കാണാണ്ട് വന്നില്ല. കഷ്ടം.
വർക്കിച്ച താൻ തന്റെ ആളുകളെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾ ഈ ബന്ധം ഒഴിയാം. ഉമ്മച്ച പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. കയ്യിൽ വിടാനാണ് കേട്ടവനെ. എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഉമ്മൻകോശി, ഈ വീട്ടിലെ മരുവൻ, ഒരേ ഒരു മരുമോൻ. ഇത്ര നാറിയ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. ഡറോയ്, നീ ആളിനെ എത്ര വാങ്ങിച്ചെന്ന് വെച്ചാൽ തിരിച്ചു കൊടുത്തേക്ക്. അയ്യോ ഉമ്മച്ച, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. അവൾക്ക് ചെറിയൊരു അസുഖമുള്ളൂ, അതിന്റെ. ഇത് ഡോക്ടർ ജോസ്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാ. പറയുന്നത് കെട്ട് കഴിഞ്ഞാൽ അല്ലാതെ ശരിയാവുന്ന. അത് ശരിയാ. കെട്ടുകഴിഞ്ഞാ ചിലപ്പോ അവളുടെ കാമഭ്രാന്ത് മാറും, പക്ഷെ ബാക്കിയുള്ള വട്ടി ഇതുപോലെ തന്നെ നിൽക്കും. അതേ വർക്കിച്ചാ, സമയങ്ങളെന്താ തറങ്ങാൻ നോക്ക്. കൈവിട്ടോ വർക്കിച്ച. അലക്സ് പ്ലീസ്. എന്ത് ചെയ്യാൻ ഞങ്ങൾ ഉമ്മച്ച ചെയ്തേ പറ്റൂ. ഉമ്മച്ച, എന്നാ ചെയ്യാൻ അലക്സ്? ദയവ് ചെയ്ത് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. അപ്പൊ നമ്മുടെ ചെറുക്കന്റെ ജീവിതം തകർന്നോട്ടെ എന്ന്. എവിടെ വർക്കിച്ച, കാശ് മാത്രം ഉണ്ടായാ പോരാ, ഒരല്പം അന്തസ്സും കൂടി വേണം. അതിനെ നല്ല തന്തയ്ക്ക് ജനിക്കണം. അയ്യോ അമ്മോ, മരിച്ചില്ലേ? മോനെ മോനെ മോനെ, എന്റെ മോനെ ഇവിടെ മോനെ മോനെ, നിന്നെ കാണാൻ വന്നപ്പോ ഇവന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ നോക്കിയടാ. ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ അപ്പനാടാ. മേരിക്കുട്ടി ചേട്ടേ, മേരിക്കുട്ടി, മേരിക്കുട്ടി ഒളിച്ചു നിക്കല്ലേ. മേരിക്കുട്ടി ഒന്ന് മാറിയേ. മേരിക്കുട്ടി പറ പ്ലീസ്. എന്നെ നിന്റെ മോനാണ് അവനെന്ന് പറ മേരിക്കുട്ടി. അവന്റെ അപ്പത്തിനാണ് ഞാനെന്ന് പറ മേരിക്കുട്ടി. ഇത് നമ്മുടെ പഴയ സേവിറച്ചനല്ലയോ? യു ഗോട്ട് ഇറ്റ്. ഏത് പണ്ട് മേടയിൽ വെച്ച് നമ്മൾ കൈയോട് പിടിച്ച സേവിയർ. ഇയാളും മേരിക്കുട്ടിയും തമ്മിൽ പല പല കുശുകുശുപ്പുകളും നടന്നതായി കേട്ടിട്ടുണ്ട്. തന്നോട് കൂടി ചോദിച്ചിട്ടല്ലോ ഞാൻ ഈ കുടുംബത്തിൽ പെണ്ണെടുത്ത്. അന്നും താനിത് പറഞ്ഞില്ലല്ലോ. അത് നാണക്കേട്. എടോ ഉമ്മച്ച, എല്ലായിടത്തെയും പോലെ എന്റെ വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്റെ കൂടെ വന്ന ഇവരൊക്കെ ഇല്ലേ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാ. പല തന്തയ്ക്ക് പറഞ്ഞവരത്തിനെ കേട്ടിട്ട് ഗതികേടൊന്നേ എന്റെ പോക്കില്ല. ഞങ്ങൾ ഈ ബന്ധം വിടാം. എടി വാടി പോകാം. നിങ്ങൾ പോകരുത് പ്ലീസ്. എന്നാ വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ എന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടിയിരിക്കണം. ദൈവത്തെ ഓർത്ത് എനിക്കൊന്നും കേൾക്കേണ്ടത്. അല്ല പറയുന്നത് എനിക്കൊന്നും കേൾക്കേണ്ടി പറഞ്ഞില്ലേ? ഇന്നത്തോടെ തീർന്നു ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം. പിന്നെ ഞാനൊരു സത്യക്രിസ്ത്യനായോണ്ട് നിങ്ങളുടെ മോളെ ഞാൻ ഉപേക്ഷിക്കണില്ല. ഇനി ഒരു നിമിഷം കൂടി ഞാനിവിടെ നിന്നാ ചിലപ്പോ ഞാനും നാറും. അങ്കിൾ അങ്കിൾ, ദാ ലിസി ആന്റി. ലിസി ഇവിടെ കൊണ്ടുവെക്കോ. എനിക്കൊന്നും വേണ്ട ഇനി. ഉമ്മച്ച, കുറച്ചു നേരത്തെ സത്യക്രിസ്ത്യാനി ആണെന്നല്ലേ പറഞ്ഞത്? നല്ല സമയത്തും ചീത്ത സമയത്തും ക്രിസ്ത്യൻ ദമ്പതികൾ കൂടെ ഉണ്ടാകുമെന്നല്ലേ അന്യോന്യം പറയാറുള്ളത്? കഞ്ചാവ് വലിച്ച് കിളി പോയി നടക്കണം. തന്നെ പോലെയല്ല ഞാൻ. ഞാൻ ചോര നീരുള്ള ഒരാണാ. എനിക്ക് തന്നാ ഞാനും നോക്കും. വേദന സഹിക്കാൻ കഴിയുന്നവനാണ്, ക്ഷമിക്കാൻ കഴിയുന്നവനാണ്, അല്ലാതെ ഭാര്യ ഇങ്ങനെ തൊട്ടേനും പിടിച്ചേനും തല്ലുന്നവനല്ല. റോഹ, ശരീരത്തിന് അസുഖം വരുന്നത് പോലെ മനസ്സിനും അസുഖം വരും. അത് ചികിത്സിച്ചാൽ മാറുകയും ചെയ്യും. അസുഖം മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ലിൻഡയുടെ ഹിസ്റ്ററി ഒട്ട് ശരിയല്ല. എൻ്റെ റോഹ, പ്യൂബർട്ടി ആയാലുടനെ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ ഇത് പഴയ കാലമൊന്നുമല്ലല്ലോ. അപ്പോൾ ഈ ഹോർമോൺസ് ഒക്കെ വെറുതെ ഇരിക്കുമോ?
അതതിന്റെ പണി ചെയ്യില്ലേ? നീ പഠിച്ച ആളല്ലേ, എന്നിട്ടും എന്തിനാ എത്ര സില്ലിയായ കാര്യങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നത്? കമോൺ, ഗ്രോ അപ്പ് മാൻ. വർക്കിച്ചാ, എല്ലാ വീട്ടിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. ആരെയും വിധിക്കരുതെന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? മറ്റുള്ളവരെ വിധിക്കാൻ നമ്മൾ ആരാ? പാപം ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കല്ലെറിയട്ടെ.